ശരി, അപ്പോൾ നമുക്ക് നേരെ പോകാം ശബരിമലയിലേക്ക് തന്നെ. അവിടെ സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും ഒക്കെ പിടിച്ചെടുത്തിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. പോറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ആഭരണമായിട്ടുള്ള സ്വർണം പിടിച്ചെടുത്തത്. ഭൂമി ഇടപാടുകളുടെ രേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമി വാങ്ങിയത് തട്ടിപ്പുകളിലൂടെ സ്വന്തമാക്കിയ പണം ഉപയോഗിച്ചെന്നുള്ള സംശയങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഈ ആഭരണങ്ങൾ മറ്റ് രേഖകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ള കാര്യങ്ങളിലൊന്നും കൃത്യതയില്ല. മാത്രമല്ല, ഇത്രയും വലിയ അന്വേഷണങ്ങളൊക്കെ കൊണ്ടുപിടിച്ച് നടന്നപ്പോൾ അതൊക്കെ വീട്ടിൽ തന്നെ സൂക്ഷിക്കാനുള്ള സാധ്യതയും വിരളമാണ്. എന്തായാലും നോക്കാം എന്താണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. എന്നാലും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന തെളിവുകൾ അത് ഈ അന്വേഷണത്തെ എത്രത്തോളം സഹായിക്കുന്നതാണ് എന്നാണ് SITയുടെ നിഗമനം. സിജോ, ജൽസി, നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നതാണ്, ഇയാൾ ശരിക്കും ഒരു തട്ടിപ്പുകാരനാണോ? അങ്ങനെ തട്ടിപ്പുകാരനാണ് എന്നുണ്ടെങ്കിൽ ഇയാൾ ഈ തട്ടിപ്പ് നടത്തിയ പണവും ഒക്കെ അതിലൂടെയൊക്കെ കിട്ടിയ പണമൊക്കെ എന്ത് ചെയ്തു എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ട് ചോദ്യം ഉണ്ടായിരുന്നു. അതിലേക്ക് സൂചന നൽകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി നടത്തിയ പരിശോധനയിൽ ലഭിച്ചിരിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഇത് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച നിർണായകമായ പല രേഖകളും അവിടെ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഭൂമിയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇയാൾ പലിശയ്ക്ക് പണം കൊടുത്തിരുന്നു എന്നുള്ള സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നത്. കാരണം ഈ ഭൂമി രേഖകളിൽ പലരുടെയും ആധാരങ്ങളുടെ ഒക്കെയാണ് കൈവശമുള്ളത്. അങ്ങനെ പല ആധാരങ്ങളും കയ്യിൽ വെച്ചതിന് ശേഷം അവർ പല ആളുകൾക്കും പൈസ കൊടുത്തിട്ടുണ്ടെന്നുള്ള സംശയമാണ് ഇപ്പോൾ അതിന്റെ ഒരു സൂചനകളിലേക്കാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ 2020 മുതൽ ഇയാൾ വാങ്ങിയ ചില ഭൂമിയുടെ ഇടപാടുകൾ സംബന്ധിച്ച രേഖകളും ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ വ്യക്തമാക്കുന്നത് ഈ പണം ലഭിച്ചിരിക്കുന്ന പണം ചെലവഴിച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇയാളുടെ വീട്ടിൽ നിന്ന് സ്വർണം കണ്ടെടുത്തിട്ടുണ്ട്. ആ സ്വർണം ഈ ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണമാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം ആഭരണങ്ങളായിട്ടാണ് ഇപ്പോൾ അത് അവിടെ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. അത് ഭാര്യയുടെ ഉണ്ട്, അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ സഹോദരി ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉണ്ടെന്നാണ് പറയുന്നത്. ആരുടെയൊക്കെ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ഇനി ഒരു കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. എങ്കിലും കുടുംബാംഗങ്ങളുടെയും ഒക്കെ ഉണ്ട്, അമ്മയുടെ സ്വർണ്ണം ഉണ്ടെന്നൊക്കെ പറയുന്നു. അതിൻ്റെയൊക്കെ കണക്കുകളാണ് അറിയേണ്ടത്. കാരണം അത് റീസെന്റ് വാങ്ങിയിരിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഇതിനുള്ള പണം എവിടുന്ന് കിട്ടി എന്നുള്ളതുമായി കൃത്യമായ മറുപടി നൽകേണ്ടി വരും. അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ സ്വർണവും പണവും ഒക്കെ കണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ സ്വർണ്ണപ്പാളി ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു രേഖയുടെ പകർപ്പും ഈ സംഘം കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിശദമായ പരിശോധന നടക്കുകയാണ്. ഈ പരിശോധന പൂർത്തിയാകുന്നതനുസരിച്ച് മാത്രമേ ഇതിൽ എത്രത്തോളം പണം എവിടെ നിന്ന് കിട്ടി, അത് ഏത് രീതിയിലാണ് ഇത് ഒക്കെ വാങ്ങുന്നതിനൊക്കെ ചെലവഴിച്ചിരിക്കുന്ന നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യുള്ളൂ. എന്തായാലും പോറ്റിയെ വിശദമായി പരിശോധന നടത്തുന്നു. അതോടൊപ്പം തന്നെ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ആളുകളെ വൈകാതെ തന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്നൊരു സൂചനയും ലഭ്യമാകുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഏകദേശം ഒരു വിവരം ലഭിച്ചിട്ടുണ്ട് ഇവരുടെ പങ്കുമായി ബന്ധപ്പെട്ട്. ഇനി ഇവരെ മറ്റുള്ള ആളുകളെ കസ്റ്റഡിയിലെടുത്ത് ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് അതിന്റെ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. തെളിവെടുപ്പ് വൈകാതെ തന്നെ ആരംഭിക്കും എന്നൊരു വിവരവും നമുക്ക് ഇപ്പോൾ ലഭ്യമാകുകയും ചെയ്യുന്നുണ്ട്. ശരി.